സ്കോട്ടിഷ് സോൾജിയറായിട്ടുള്ള ഈ മനുഷ്യന്റെ പേരിൽ കേരളത്തിൽ ഒരു ദ്വീപുണ്ട്. ഈ മനോഹരമായ വ്യൂവും തോണി യാത്രയും ആർച്ച് രൂപത്തിൽ നിൽക്കുന്ന കണ്ടൽ മരങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. അഷ്ടമുടി കായലിന്റെയും കല്ലടയാറിന്റെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന 8 കൊച്ചു ദ്വീപുകളുടെ ഒരു കൂട്ടം. കേരളത്തിന്റെ കായൽ ടൂറിസത്തിന്റെ ഒരു പ്രധാന സ്പോട്ടായ ഇവിടെ ചെറിയ കനാലുകളിൽ വള്ളത്തിലുള്ള യാത്രയാണ് ഹൈലൈറ്റ്. കണ്ടൽ കാടുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ നിറഞ്ഞ പ്രദേശത്തിനുള്ളിലൂടെയുള്ള തോണി യാത്ര അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. പണ്ട് ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് കാടും ചതുപ്പ് നിറഞ്ഞ ഈ പ്രദേശത്തെ കൃഷിക്കും താമസത്തിനും അനുയോജ്യമാക്കി മാറ്റിയത് ആദ്യം കാണിച്ച ഫോട്ടോയിലുള്ള വ്യക്തിയാണ്. 1810നും 1819നും ഇടയിലായി തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ ജോൺ മൺട്രോ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ സ്ഥലത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് ലഭിച്ചത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും പോലുള്ള ആക്ടിവിറ്റീസ് ഉള്ളത്. കഴിവതും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ താണതിനു ശേഷമോ മാത്രം ഇവിടെ എത്താൻ ശ്രദ്ധിക്കുക. ഇവിടെ തോണി യാത്രയ്ക്ക് 1 മണിക്കൂറിന് 600 രൂപയാണ് ചാർജ്. ഞാൻ ലാസ്റ്റ് ഇവിടെ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ തോണിയിൽ കയറിയില്ല, പകരം കാഴ്ചകൾ കണ്ട് മടങ്ങുകയായിരുന്നു. ഇവിടെ അടുത്തായി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയുണ്ട്. 1878ൽ ഡച്ചുകാർ പണിഞ്ഞ ഒരു പള്ളി. ചരിത്രമുറങ്ങുന്ന ഈ പള്ളിയും പള്ളിയുടെ അടുത്തുള്ള കടവും ഒക്കെ അത്രമേൽ ഭംഗിയുള്ള കാഴ്ചകളാണ്. നിലവിൽ ഞായറാഴ്ച മാത്രമാണ് ഈ പള്ളി തുറന്ന് സന്ദർശകർക്ക് പ്രവേശനമുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട.